ഹായ് ഗായ്സ്, നമ്മളിന്ന് കാണാൻ വന്നിരിക്കുന്നത് ദുബായ് ഫ്രെയിമാണ്. സോ ഇത് നമ്മളെ ദുബായ് ട്രിപ്പിന്റെ ഡേ 2 പാർട്ട് 1. സോ ആസ് യൂഷ്വൽ പാതിരാത്രി 6 മണിക്ക് ഉറക്കം എണീറ്റിട്ട് കയ്യിലുണ്ടായിരുന്ന കാശ് മൊത്തം എത്ര രൂപ ഉണ്ടെന്ന് എണ്ണി തിട്ടപ്പെടുത്തി. സോ നമ്മൾ ആദ്യം പോയത് നമ്മുടെ സല അൽദിൻ എന്ന് പറഞ്ഞ മെട്രോ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് നമ്മുടെ റീഫ് മാള് അതിന്റെ അവിടെ ഒരു കൂട്ടുകാരനെ കാണാൻ വേണ്ടിയിട്ട് പോയതാണ്. പോയിട്ട് കുറെ നേരം നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും ഒരു എയറോപ്ലെയിൻ പോകുന്നത് ഇങ്ങനെ വായി നോക്കിക്കുന്ന ഒരു സുഖം തന്നെയാണ്. പിന്നെ നമ്മളെ തറയിൽ നോക്കി നടക്കാനായിട്ട് പ്രേരിപ്പിക്കുന്നത് പോലെ കുറെ ഇതുപോലത്തെ സീറ്റുകൾ കിടപ്പുണ്ട്. ഇത് ദുബായിൽ താമസിക്കുന്നവർക്ക് അറിയാം ഇതെന്താണെന്ന്. പിന്നെ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് കാലിക്കറ്റ് കല്ലായി റെസ്റ്റോറന്റ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഹോട്ടലിൽ തന്നെയാണ് കഴിച്ചത്. നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ അവിടുന്ന് കാണാൻ പോയ കൂട്ടുകാരനെയും കൂട്ടി നമ്മൾ ആദ്യം ദുബായ് ഫ്രെയിമാണ് വിസിറ്റ് ചെയ്യാൻ പോയത്. സല അൽദി എന്ന് പറയുന്ന സ്റ്റേഷനിൽ നിന്ന് ഡയറക്റ്റ് ദുബായ് ഫ്രെയിമിലോട്ട് മെട്രോ ഉണ്ട്. അപ്പം അടുത്തുള്ള മെട്രോ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് ഒരു 15 മിനിറ്റ് നടക്കുമ്പോഴത്തേക്കും നമ്മൾ ഏകദേശം ഇവിടെ എത്തും. ഓക്കെ, അപ്പം ഇതിന്റെ അടുത്തായിട്ട് നമ്മൾ ഓപ്പോസിറ്റ് കാണുന്നില്ലേ, അതാണ് ഇവിടുത്തെ ദുബായ് പബ്ലിക് പാർക്ക്. അപ്പം ഇത് ആക്ച്വലി ഫ്രീ എൻട്രി ആണ്. പാർക്കിലോട്ടുള്ള എൻട്രി ഫ്രീ ആണ്. പിന്നെ നമ്മൾ ഇതിന്റെ സൈഡിൽ കൂടിയാണ് ഇപ്പൊ നടന്ന് ദുബായ് ഫ്രെയിമിന്റെ അടുത്ത് പോകുന്നത്. ഇവിടെ 4 ഗേറ്റ് എങ്ങാണ്ടുണ്ട്. സോ നമുക്ക് ഗേറ്റ് 4ലാണ് ഫ്രെയിമിന്റെ എൻട്രി. ബാക്കിയുള്ളത് ജസ്റ്റ് പാർക്കിന്റെ എൻട്രി. കയറാനുള്ള മെയിൻ എൻട്രി. നമുക്ക് പോകാനുള്ളത് ദുബായ് ഫ്രെയിമിന്റെ എൻട്രി. അത് കുറച്ചുകൂടി മുന്നോട്ട് പോകണം. രാവിലെ ഒരു 8:30 ആ ടൈം ആയിട്ടാണെന്ന് തോന്നുന്നു. വലിയ ആൾക്കൂട്ടമൊന്നും ഇല്ല. അതുകൊണ്ട് ക്യൂ ഇല്ലാണ്ട് നമുക്ക് കയറി ചെല്ലാൻ പറ്റുമെന്നൊരു വിശ്വാസം. പിന്നെ നമ്മളെ സജിത്തിനെ കാണിച്ചില്ലെന്ന് പറയണ്ട. ഇതാണ് നമ്മളെ സജിത്ത്. ഇത് താന്റെ ഫ്രണ്ടിൽ നിന്നുള്ളൊരു വ്യൂ. നമ്മളെ കാർ പാർക്കിംഗിൽ നിന്നുള്ള ദുബായ് ഫ്രെയിമിന്റെ ഒരു വ്യൂ ആണ് നിങ്ങളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇത് കയറാനാണ് തിരക്കിലിറങ്ങുന്നത്. നമ്മള് ദുബായ് ഫ്രെയിമിലോട്ട് കയറാൻ നല്ലൊരു ക്യൂ ഉണ്ടായിരുന്നു. സോ അവിടുന്ന് ടിക്കറ്റ് എടുത്തു. ഒരാൾക്ക്, ഒരു അഡൽട്ടിന് ടിക്കറ്റ് 50 AED ആണ്. ഞാനും അവനും കൂടി ചേർത്ത് 100 AED ടിക്കറ്റ് പ്രൈസ് ആയി. 12 വയസ്സിന് താഴെയുള്ളവർക്ക് 20 AED ആണ് ടിക്കറ്റ് പ്രൈസ്. സോ ഉള്ളിലൊക്കെ നമ്മളിപ്പോ ഒരു സന്തോഷത്തോടെ നടന്നു പോകുന്നത്. അടിപൊളി ഒരു വൈബ് പ്ലേസ് ആണ്. എല്ലാവരും വന്ന് കണ്ട് ആസ്വദിക്കാൻ പറ്റിയ. റൈറ്റ് സൈഡ് തന്നെ നമുക്കൊരു കോഫി ഷോപ്പ് ഉണ്ട്. ഉള്ളിലോട്ട് പോയി ബാക്കിയുള്ളത് കാണാം. പുറത്തുനിന്ന് കണ്ടപ്പോൾ ഒരു ചെറിയ ഫ്രെയിം ആയിരിക്കും വിചാരിച്ചു. നമ്മുടെ കൊണ്ടേക്കുന്ന ആളുടെ തല കണ്ടോ? ആ ഫ്രെയിമിന്റെ താഴ്ഭാഗം തന്നെ നല്ല ഹൈറ്റ് ഉണ്ട്. പിന്നെ ആസ് യൂഷ്വൽ ഇവിടെ റൈറ്റ് സൈഡിൽ നമുക്കൊരു വാട്ടർ ഷോ, വെറുതെ ക്യൂ നിൽക്കുമ്പം കാണാൻ വേണ്ടി ഒരു വാട്ടർ ഷോ വെച്ചിട്ടുണ്ട്. ക്യൂയുടെ കാര്യം പറയുകയാണെങ്കിൽ നിങ്ങളിപ്പോൾ കറക്റ്റ് 9 മണിക്കാണ് ഇപ്പോൾ കയറിയിരിക്കുന്നത്. യൂഷ്വലി ഒരു 8:30 ഒക്കെ വന്നു കഴിഞ്ഞാൽ ക്യൂ ഇല്ലാണ്ട് പെട്ടെന്ന് കയറാൻ പറ്റുമെന്ന് തോന്നുന്നു. നമ്മളിങ്ങനെ ക്യൂവിൽ നിന്ന് ഉള്ളിലോട്ട് കയറുമ്പോൾ നമുക്ക് ഫസ്റ്റ് അവർ തരുന്നത് ഒരു ഫ്രീ ഫോട്ടോഷൂട്ട് അല്ല, ഇവിടെ നിന്ന് എല്ലാ കയറുന്നവരെല്ലാം ഫോട്ടോസ് ഗ്രീൻ സ്ക്രീനിൽ ഫോട്ടോ എടുത്തിട്ട് അകത്തോട്ട് കയറി പോകാൻ പറ്റും. പിന്നെ അവർ കാർഡ് തരും. ആ കാർഡ് ഉണ്ടെങ്കിൽ നമുക്ക് മേളിൽ നിന്ന് ഫോട്ടോയുടെ കോപ്പി നമുക്ക് പ്രിന്റ് എടുത്ത് തരുന്നതാണ്. അവിടുന്ന് ഡയറക്റ്റ് ഫ്രണ്ടിൽ കാണുന്ന എസ്കലേറ്ററിൽ കയറുന്നു. പിന്നെ ആദ്യം നമുക്ക് ദുബായിയുടെ ഒരു പഴയ കാലത്തെ ദുബായ്, ഫാദർ ഓഫ് ദുബായ് പുള്ളിയാണ്. പിന്നെ നമ്മൾ ഉള്ളിലോട്ട് കയറുമ്പോൾ തന്നെ ആദ്യം തന്നെ അവർ കാണിച്ചു തരുന്നത് ദുബായിയുടെ പഴയ കാലത്തെ രീതികൾ എങ്ങനെയായിരുന്നു, പണ്ട് യൂസ് ചെയ്യുന്ന സാധനങ്ങൾ. ഇതൊരു ഡെസേർട്ടിന്റെ വ്യൂ, പണ്ടത്തെ ഡെസേർട്ടിന്റെ ഒരു ദുബായിയുടെ ഡെസേർട്ട് എങ്ങനെയായിരുന്നു എന്നുള്ളൊരു വ്യൂ ആണ് കാണിച്ചിരിക്കുന്നത്. പിന്നെ അങ്ങനെ മുന്നോട്ട് നടന്നു പോകും തോറും അത് നല്ല ടെക്നോളജി യൂസ് ചെയ്തിട്ടുണ്ട്. അതിൽ സെൻസറിന്റെ കൈ കാണിക്കുമ്പോഴത്തേക്ക് പേര് മാറുന്നതും അങ്ങനെ പല. പിന്നെ അവർ പണ്ട് യൂസ് ചെയ്യുന്ന വെപ്പൺസ് എന്തൊക്കെയാണ്, അതൊക്കെയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. പിന്നെ ഇത് എന്താണ്, പിന്നെ കുറച്ച് വിവരമുള്ളവർക്ക് ഇതൊക്കെ കുറച്ച് നോക്കിയും കണ്ടും സമയം കളഞ്ഞ് പോവാം.
പിന്നെ ഇത് പണ്ടത്തെ അറബികളുടെ ഒരു ജീവിതശൈലി എങ്ങനെയാണെന്നും പിന്നെ അവരുടെ ജോലി എന്തൊക്കെയാണ്, അങ്ങനെ പല കാര്യങ്ങൾ എല്ലാം ഒരു ഡിജിറ്റൽ വേയിൽ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. അവരുടെ പഴയ ഇതെന്താണ് എന്തൊക്കെയോ കാണിക്കുന്നുണ്ട്. സോ ഉള്ളിൽ ഇരുട്ടായതുകൊണ്ട് വലിയ ക്ലാരിറ്റി ഒന്നും കാണത്തില്ല. സോ പണ്ടുള്ള അറബികളുടെ ഒരു പ്രൊഫഷനായിരുന്നു ടൈലറിങ്. അതെങ്ങനെയായിരുന്നു അവർ ചെയ്തുകൊണ്ടിരുന്നത്, പിന്നെ അവരുടെ സ്കൂൾ സ്റ്റുഡൻസിനെ എങ്ങനെ പഠിപ്പിച്ചുകൊണ്ടിരുന്നത്, അതിന്റെ ഒരു വീഡിയോ. ഇതുപോലെ അവരുടെ ലൈഫ് സ്റ്റൈൽ മൊത്തം ചെറിയ ചെറിയ ഒരു വീഡിയോ ആയിട്ട് ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഇവർ എന്തൊക്കെ പഠിച്ചെന്നാണോ, എങ്ങനെയൊക്കെയാണ് പഠിച്ചെന്നാണോ ഉദ്ദേശിക്കുന്നത്? എൻ്റെ പുള്ളിക്കാരന് കച്ചവടം ചെയ്യുന്നതിന്റെ രീതി, പുള്ളിക്കാരൻ എങ്ങനെയാണ് അതൊക്കെ കച്ചവടം ചെയ്യണതെന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ അടിച്ചിട്ടുണ്ട്. പിന്നെ പണ്ടത്തെ അവരുടെ നെയ്ത്ത് തൊഴിൽ, പിന്നെ സാഫ്രോൺ ഹെർബ്സ്, നമ്മുടെ ഹെർബ്സ് ഒക്കെ അവർ വിൽക്കുന്നത്, അങ്ങനെ എല്ലാം ഒരു ഡിജിറ്റൽ വേയിൽ അവരിങ്ങനെ കാണിച്ചിട്ടുണ്ട്. നമ്മളിതെല്ലാം കണ്ട് എക്സ്പ്ലോർ ചെയ്ത് രീതികളെല്ലാം നമ്മളൊന്ന് എക്സ്പ്ലോർ ചെയ്ത് നമ്മൾ അവസാനം എത്തിപ്പെടുന്നത് ഒരു ലിഫ്റ്റിൻ്റെ മുന്നിലാണ്. ലിഫ്റ്റിൽ നല്ല കുറേ ഒരു ലിഫ്റ്റിൻ്റെ മുന്നിലാണ് നമ്മളിപ്പോൾ എത്തിപ്പെട്ടിരിക്കുന്നത്. സോ ഇതിൻ്റെ അകത്ത് കയറി കഷ്ടപ്പെട്ട് വിൻഡോ സീറ്റ് ഇട്ട് നടക്കാൻ നമ്മൾ വിൻഡോ സീറ്റ് ട്രൈ ചെയ്തു, കിട്ടിയില്ല. സോ ബാക്കിൽ നിന്നിട്ടൊരു വീഡിയോ എടുക്കുകയാണ്. നമ്മൾ ആ ലിഫ്റ്റ് മുകളിലോട്ട് പോകുമ്പം തന്നെ നമുക്ക് നല്ല അടിപൊളി വ്യൂ, ദുബായിയുടെ ഒരു സൈഡിലുള്ള അടിപൊളി വ്യൂ ഒന്ന് കാണാൻ പറ്റും. അതാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോൾ ഏകദേശം ഒരു താഴെ നിന്നിട്ട് ഒരു 150 മീറ്റർ ഉയരത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് നമ്മുടെ ദുബായ് ഫ്രെയിമിൻ്റെ ഹൈറ്റ്. നമ്മളങ്ങനെ ടോപ്പ് ഫ്ലോർ എത്തി അവിടെ നിന്ന് ഇറങ്ങി നടക്കുകയാണ്. നടക്കുമ്പോൾ തന്നെ നമുക്ക് ഡയറക്റ്റ് നടുക്കത്തെ ഗ്ലാസ്സിൽ കൂടി താഴത്തെ വ്യൂ നമുക്ക് കാണാൻ പറ്റും. ഒരു ഗ്ലാസ് ബ്രിഡ്ജിന്റെ മോഡൽ അതിൻ്റെ അകത്തുണ്ട്. അതിലേക്കൂടി ഞാൻ നടന്നു നോക്കി, ഒരു ചെറിയ ഒരു പേടിപ്പെടുത്തുന്ന, കയറി നടക്കുമ്പോൾ ഒരു ചെറിയൊരു പേടി, കാരണം നല്ല ആഴം ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, പിന്നെ ദുബായിയുടെ ഗ്ലാസ് ബ്രിഡ്ജ് ആയിട്ട് ഇതിനെ പേടിക്കണ്ട, സ്ട്രോങ് കാണുമായിരിക്കും. നല്ല അടിപൊളി സ്ട്രോങ് ഗ്ലാസ് തന്നെയാണ്. സോ അതിന്റെ പേടിക്കണ്ട. പിന്നെ കുറച്ച് പേടി ഉണ്ടായിട്ട് പതുക്കെ പതുക്കെയാണ് നടന്നത്. പിന്നെ അതിലേക്കൂടി ഓടാനൊന്നും അലൗഡ് അല്ല, അവിടെ നിന്ന് പറയുന്നുണ്ട്. ഓടാനും ഇരിക്കാനും കിടക്കാനൊന്നും അലൗഡ് അല്ല. സോ ഓൺലി സ്ലോ വാക്കിംഗ്. സോ ഹൈറ്റ് തന്നെ വേറെ ലെവലാണ് ഗൈസ്. അടിപൊളി വ്യൂ. താഴത്തുള്ള വ്യൂ ഒക്കെ കാണുമ്പം ചെറുതായിട്ട് പേടിയാവുന്നുണ്ട്. കാണുന്നത് ദുബായ് ഫ്രെയിമിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ അതിൻ്റെ റൈറ്റ് സൈഡിലോട്ട് നോക്കുമ്പോഴത്തേക്ക് നമ്മുടെ പുതിയ ദുബായ്, ഇപ്പോഴത്തെ പുതിയ ഡെവലപ്ഡ് ദുബായ് നമുക്ക് കാണാൻ പറ്റും. അവിടെ നിന്ന് നമ്മൾ ലെഫ്റ്റ് സൈഡിലോട്ട്, ഇത് നമ്മളിപ്പോൾ കാണുന്നത് ദുബായിയുടെ ഒരു ഡെവലപ്ഡ് ഏരിയ, ലൈക്ക് മാക്സിമം എല്ലാ ന്യൂ ടെക്നോളജീസ് എല്ലാം വന്ന ഏരിയ ആണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഇവിടുന്ന് വേറൊരു സ്ഥലത്തോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഓൾഡ് ദുബായ്, പഴയ ബിൽഡിങ്സും അതെല്ലാം, എന്നുവെച്ചാൽ എത്ര ഡെവലപ്ഡ് കൺട്രി ആണെങ്കിലും അവർ ആ പഴയ രീതി അതേപോലെ മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ് ഇത്. ലൈക്ക് ഇത് കണ്ടില്ലേ, നിങ്ങൾ ബിൽഡിംഗ് കാണുമ്പോൾ തന്നെ മനസ്സിലാവും, ഒരു പഴയ ബിൽഡിംഗ്, ആ ഏരിയ മൊത്തം പഴയ രീതിയിൽ ഇപ്പം തന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. പിന്നെ ഈ കണ്ണാടിയുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ആളാരില്ലെങ്കിലും ഓഫ് ആവും, പിന്നെ ആരെങ്കിലും നടക്കുമ്പം അത് ഓൺ ആവും. ഓക്കെ,
സോ പിന്നെ കുറച്ച് പിള്ളേർക്ക് വേണ്ടിയിട്ട് ചെറിയ ഗെയിംസ് ഒക്കെ ഉണ്ട്. ഇത് കോയിൻ ഗെയിംസ് ആണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെ ഇവിടെ കുറച്ച് നേരം നിന്ന് കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്തു. പിന്നെ കുറച്ച് ഗ്രൂപ്പിനൊക്കെ ഫോട്ടോസ് ഒക്കെ എടുത്ത് കൊടുത്ത് അങ്ങനെ കുറെ സമയം പോയി. പിന്നെ അടിപൊളിയാണ്, വ്യൂ വേറെ ലെവല്. അവിടുന്ന് വായി നോക്കാൻ അവിടുന്ന് താഴോട്ട് നോക്കി നിൽക്കുന്നത്, അവിടുന്ന് താഴോട്ട് നോക്കുന്ന സമയം പോണത് അറിയുന്നില്ല. അതൊക്കെ പുതിയ പുതിയ ബിൽഡിങ്സും പുതിയ എല്ലാം, പുതിയ പുതിയ ദുബായ്. വൺ സൈഡ് പുതിയ ദുബായ്, അനദർ സൈഡ് പഴയ ദുബായ്. സോ അങ്ങനെ കുറെ നേരം ഇങ്ങനെ നോക്കി നിന്നു. പിന്നെ ഈ ക്യൂ നിൽക്കുന്നുണ്ടല്ലേ, ഇവര് തിരിച്ചിറങ്ങാനുള്ള ക്യൂ ആണ്. കാരണം ലിഫ്റ്റിൽ തന്നെ ഇറങ്ങണമല്ലോ, അപ്പം തിരിച്ചു പോകാനുള്ള ക്യൂ ആണ് അവര്. പിന്നെ ഇത് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കിയേക്കണേന്ന് പറഞ്ഞിട്ട് ദുബായിയുടെ ഒരു അത് വേണ്ട. പിന്നെ വേണ്ട ഇവിടെ വന്നിട്ട് നമ്മൾ താഴെ നിന്ന് ഒരു കാർഡ് കിട്ടും. പിന്നെ മേളിൽ നമുക്ക് ഫോട്ടോ എടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പം ആ ഫോട്ടോസിന്റെ പ്രിന്റ് വേണമെങ്കിൽ അവിടെ കാർഡ് കൊടുത്ത് പേയ്മെന്റ് ചെയ്യുവാണെങ്കിൽ തരുന്നതാണ്. പിന്നെ അവിടെ നിന്ന് ലിഫ്റ്റ് നമുക്ക് ഡയറക്റ്റ് ഇങ്ങോട്ടാണ് എൻട്രി ചെയ്യുന്നത്. ഇവിടെ വരുമ്പോഴത്തേക്ക് ഒരു ചെറിയൊരു വീഡിയോ ഷോ ഉണ്ട്, ലൈക്ക് ദുബായിയുടെ ടെക്നോളജീസും അവരെങ്ങനെയൊക്കെയാണ് ഈ ഒരു ലെവലിൽ എത്തിപ്പെട്ടത്, അവിടുത്തെ എന്തൊക്കെ ഹെൽത്ത് കെയറിലുള്ള അഡ്വാൻസസ് ഉണ്ട് എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ കുറച്ച് കാണിച്ചായിരുന്നു. Thank you. സോ അതും കണ്ടിട്ട് നമ്മൾ ഡയറക്റ്റ് പോയത് പുറത്തോട്ട്. അത് അവിടെ നിന്ന് ഡയറക്റ്റ് നമുക്ക് ഔട്ട് സൈഡിലോട്ടുള്ള എൻട്രി ആണ് തരുന്നത്. അങ്ങനെ ഒരു 15 മിനിറ്റത്തെ വീഡിയോ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഡയറക്റ്റ് നടന്നു പോകുന്നത് അവിടുത്തെ ഫസ്റ്റ് ഫ്ലോറിലത്തെ, നമ്മൾ കയറി പോകുമ്പോൾ നമ്മൾ ഫസ്റ്റ് എസ്കലേറ്റർ കയറിപ്പോയില്ലേ, അവിടെ തന്നെയാണ് നമ്മൾ വന്ന് ഇറങ്ങുന്നത്. പിന്നെ ഇറങ്ങുമ്പോൾ കുറേ വീഡിയോസ് ഷോസും അവരുടെ ഫ്യൂച്ചറിലുള്ള പ്ലാൻസ് എല്ലാം അവരവിടെ അങ്ങനെ കാണിക്കുന്നുണ്ട്, എക്സിബിറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ നടന്ന് നടന്ന് നമ്മൾ അവസാനം കയറിയ സ്ഥലത്ത് തന്നെ ഏകദേശം എത്തിയിരിക്കുകയാണ്. അതിന്റെ വേറൊരു എക്സിറ്റിലോട്ട് നമ്മൾ എത്തും. സോ ഗൈസ്, ഒരു അടിപൊളി ഒരു ദുബായ് ഫ്രെയിം വേറെ ലെവലായിരുന്നു. അവിടുത്തെ വ്യൂ ആയാലും അവരുടെ ദുബായിയുടെ ഒരു വ്യൂ, പിന്നെ അകത്തുനിന്നുള്ള വ്യൂ എല്ലാം വേറെ ലെവലായിരുന്നു ഗൈസ്. എല്ലാവരും വന്ന് ഒരു പ്രാവശ്യങ്ങളൊന്ന് എക്സ്പ്ലോർ ചെയ്ത് പിന്നെ ദുബായ് പോണവർ എന്തായാലും അവിടെ പോവും, പിന്നെ നമ്മൾ പറയേണ്ട കാര്യമില്ല. പിന്നെ വീണ്ടും താഴെയുള്ള ക്യൂ ആൾക്കാർ കണ്ടില്ലേ, നല്ല തിരക്കുള്ള സ്ഥലമാണ്. സോ എത്ര നേരത്തെ വരുന്നോ അത്ര നേരത്തെ നമുക്ക് ഇറങ്ങിപ്പോവാം. പിന്നെ ഒരുപാട് കാര്യങ്ങൾ കണ്ട് വായിച്ചറിയാനുണ്ട്. പിന്നെ അതിന് ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാർ വായിച്ചറിയാം, അല്ല ജസ്റ്റ് വ്യൂ കാണാൻ വരുന്നവർക്ക് മേളിൽ കയറി വ്യൂ കണ്ടിട്ട് തിരിച്ചിറങ്ങാം. പിന്നെ ഇത് ദുബായ് ഫ്രെയിം ഉണ്ടാക്കാനുള്ള റീസൺ, അതെങ്ങനെയാണ്, എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്, എത്ര സ്ട്രോങ് ആണ്, അതിനെക്കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അവിടെ നിന്ന് അങ്ങനെ ഇറങ്ങി നടന്നു പോകുമ്പോഴത്തേക്ക് നമുക്ക് നമ്മളെ പുള്ളിക്കാരനെ കാണാം. പുള്ളിക്കാരൻ്റെ ഒരു സാൻഡ് ആർട്ടിസ്റ്റാണ്. അപ്പോൾ നമ്മളതിൽ ഫോട്ടോ കൊടുക്കുകയാണെങ്കിൽ പുള്ളി അതുപോലെ ചെയ്തു തരും. ഏകദേശം ഒരു
നമ്മൾ ഏത് രൂപം കൊടുത്താലും പുള്ളി ഉണ്ടാക്കി തരുമെന്നാണ് പുള്ളി പറഞ്ഞത്. പിന്നെ കുറച്ച് ടൈം എടുക്കും, ഏകദേശം ഒരു 30 to 40 മിനിറ്റ്സാണ് പുള്ളി ചോദിക്കുന്നത്. പക്ഷെ ആർട്ട് എല്ലാം വേറെ ലെവലായിരുന്നു. അതും കണ്ട് സമയം പോയത് അറിഞ്ഞില്ല. പിന്നെ അങ്ങനെ അവിടെ നിന്ന് അടുത്തത് ഒരു ചെറിയ ഷോപ്പിംഗ് ഏരിയ ഉണ്ട്. ഷോപ്പിംഗ് ഏരിയ വഴിയാണ് നമുക്ക് എക്സിറ്റ് കൊടുത്തിരിക്കുന്നത്. ആവശ്യമുള്ള സാധനങ്ങൾ ഇവിടെ നിന്ന് വാങ്ങിക്കാം. ദുബായ് ഫ്രെയിമിൻ്റെ, ദുബായിയുടെ കുറച്ച് തിങ്സ്. അങ്ങനെ നമ്മുടെ ദുബായ് ഫ്രെയിമിൻ്റെ വ്ളോഗ് ഇവിടെ കഴിയുകയാണ്. സോ നമ്മൾ ഇവിടെ നിന്ന് അടുത്ത പ്ലാൻ ചെയ്യുന്നത് ഫ്യൂച്ചർ മ്യൂസിയത്തിലോട്ട് പോകാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. സോ നമ്മൾ ദുബായ് വ്ളോഗ് Day 2 Part 2 വീണ്ടും കാണാം. ടാറ്റ, ബൈ ബൈ. மறக்காம சர்ப்ரைஸ் பண்ணுங்க.